ആഗോള വിപണിയിലെ ചലനങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ പ്രകടമാണ്. സാധാരണക്കാർക്കും വൻകിട വ്യാപാരികൾക്കും ഒരുപോലെ നിർണായകമായ സാഹചര്യമാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. പ്രാദേശിക നികുതികളും ഗതാഗത ചെലവുകളും അനുസരിച്ച് ഓരോ നഗരത്തിലും സ്വർണ്ണവിലയിൽ വ്യത്യാസമുണ്ടാകാം. ആഗോള വിപണിയിലുണ്ടാകുന്ന ചലനങ്ങളും പ്രാദേശികമായ ആവശ്യകതയും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കാറുണ്ട്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലെയും അന്താരാഷ്ട്ര വിപണിയിലെയും വില നിലവാരം വിപണി വിദഗ്ധർ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. ഡൽഹി, കൊച്ചി തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിൽ 22 കാരറ്റ്, 24 കാരറ്റ് സ്വർണ്ണവിലയിൽ ഇന്ന് വ്യതിയാനങ്ങൾ ദൃശ്യമാണ്. ഇത്തരം ചെറിയ മാറ്റങ്ങൾ പോലും നിക്ഷേപകർ കൃത്യമായി ശ്രദ്ധിക്കുന്നത് ലാഭകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകരമാകും. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തെ നേരിട്ട് ബാധിക്കാറുണ്ട്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവിലയുടെ ഗതി നിശ്ചയിക്കുന്നത് ആഗോള വിപണിയിൽ നിന്നുള്ള സൂചനകളാണ്. സ്വർണത്തിനൊപ്പം തന്നെ നിലവിൽ വെള്ളിവിലയിലും വലിയ മുന്നേറ്റം കാണാൻ സാധിക്കും. സാധാരണക്കാർക്കും വൻകിട വ്യാപാരികൾക്കും ഒരുപോലെ നിർണായകമായ സാഹചര്യമാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. പ്രാദേശിക നികുതികളും ഗതാഗത ചെലവുകളും അനുസരിച്ച് ഓരോ നഗരത്തിലും സ്വർണ്ണവിലയിൽ വ്യത്യാസമുണ്ടാകാം. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് ചെന്നൈയിൽ പലപ്പോഴും വില അല്പം കൂടുതലായിരിക്കുമെന്നുള്ളതാണ്. എന്നാൽ കൊച്ചിയിലും ബംഗളൂരുവിലും 24 കാരറ്റ് സ്വർണത്തിന് നിലവിൽ മികച്ച നിരക്കാണ് ലഭിക്കുന്നത്. ഇത്തരം പ്രാദേശിക വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ലാഭകരമായി സ്വർണം വാങ്ങാൻ സഹായിക്കും. 67,500 രൂപയാണ് 22 കാരറ്റ് സ്വർണം 10 ഗ്രാമിന്റെ ഡൽഹിയിലെ വില. 73,640 രൂപയാണ് 24 കാരറ്റ് സ്വർണത്തിന്റെ വില. മുംബൈയിൽ 10 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 67,350 രൂപയും 24 കാരറ്റിന് 73,490 രൂപയുമാണ്. 67,350 രൂപയാണ് 22 കാരറ്റ് സ്വർണം 10 ഗ്രാമിന്റെ കൊച്ചിയിലെ വില. 24 കാരറ്റിന് 73,490 രൂപയും നൽകണം. ഇനി ചെന്നൈയിലെ വില നോക്കുകയാണെങ്കിൽ 68,100 രൂപയാണ് 22 കാരറ്റ് സ്വർണത്തിന്റെ 10 ഗ്രാമിന് നൽകേണ്ടത്. 74,290 രൂപ 24 കാരറ്റിനും നൽകണം. സ്വർണ്ണവിലയ്ക്ക് പിന്നാലെയാണെങ്കിലും വെള്ളിവിലയിലും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. പ്രമുഖ നഗരങ്ങളിൽ ഇന്ന് വെള്ളി കിലോയ്ക്ക് 92,000 രൂപയ്ക്കടുത്താണ് വ്യാപാരം നടക്കുന്നത്. നിക്ഷേപം വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളി ഇപ്പോഴും നല്ലൊരു മാർഗം തന്നെയാണ്. വരും മണിക്കൂറുകളിലെ വിലമാറ്റം പ്രവചിക്കാൻ US$ ഇൻഡെക്സ് നിരീക്ഷിക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര പണപ്പെരുപ്പ കണക്കുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഇറക്കുമതി തീരുവയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് സ്വർണ്ണവിലയെ പെട്ടെന്ന് തന്നെ ബാധിച്ചേക്കാം. നിലവിൽ സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങളില്ലാത്ത സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും കൃത്യമായ ഇടവേളകളിൽ വില നിലവാരം പരിശോധിക്കുന്നത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ സമയം കണ്ടെത്താൻ സഹായിക്കും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.